അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് എന്നെ ചതിക്കുമോ? എന്ത് ചോദ്യമാണ് സന്ത നീ എന്നോട് ചോദിച്ചത്? ഒരു നാൾ സൂര്യൻ ഉദിക്കാതിരുന്നേക്കാം, കടലിലെ വെള്ളമെല്ലാം വറ്റിപ്പോയേക്കാം, നിന്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നേക്കാം. എന്നാലും എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം ഒരു പ്രാവ് പോലെ ഇന്ന് കുറുകും. എന്താ സൗണ്ട് കേട്ടെ? പ്രാവ് കുറുകുന്നത്? നിർത്താവോ? ഇന്ന് 11:30 അവിടെ കല്യാണം. അവള് പുതിയൊരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഞാൻ കാലും പറിച്ച് കുളത്തി ചാടിച്ചാവും. എനിക്ക് ആരോടും പറയാനില്ല, എൻ്റെ ഒറ്റ കൂട്ടുകാരനോട് മാത്രം, എൻ്റെ ശ്രീകുമാറിനോട്. അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ മാത്രം പറഞ്ഞാൽ മതി. ഇത് അവനെന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും, പക്ഷെ ഞാൻ ചാവും. എനിക്ക് പറ്റത്തില്ല, എൻ്റെ അപ്പൂല്ല, എൻ്റെ അവർണയില്ലാതെ പറ്റത്തില്ല. ചൈനക്കാരാ എന്റെ കൂട്ടുകാരനെ കേട്ടായിരുന്നോ? സന്തോഷം. കൊള്ളല്ലോ, പുതിയ ഉടുപ്പ്, പുതിയ ഉണ്ട്, നന്നായിടാ. കാരണം ആള് കൂടുമ്പോ പെട്ടെന്ന് ഒരുങ്ങാൻ പോകണ്ടല്ലോ. കൊള്ളാം, നിനക്ക് ചേരുന്നുണ്ട്. ഈ ഉടുപ്പിന്റെ ടാഗ് പറിച്ച് കളയാതെ ഇട്ടിട്ടേണ്ട് കടിക്കുന്നെന്ന് സംഭവം അറിയായിരുന്നു. നീ അറിയട്ടാ എന്തൊരു ചൊറിഞ്ഞ വർത്തമാനം അത്. അറിഞ്ഞോ നീ പറയടാ. എന്തുവാ മോനെ ഇന്ന് സ്കൂളിൽ കൊണ്ട് ചേർക്കുമല്ലേ നിന്റെ മോനെയോ? നന്നായിടാ. എന്തായാലും നിനക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ആണെങ്കിലും പഠിക്കട്ടെ. ഞാൻ പഠിച്ചിട്ടില്ലയോ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലയോ? ശരി, ഇവൻ 10ാം ക്ലാസ് വരെ പഠിച്ചതാ. പക്ഷെ ആ സമയം കൊണ്ട് 8 തവണയാണ് മൂന്നാർ നീലക്കുറിഞ്ഞു പൂത്തത്. നീ തോറ്റുപോറ്റല്ലേടാ പഠിച്ചേ? തോറ്റു പഠിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ പാമ്പ് പിടിച്ചോരല്ലോടാ. ഞങ്ങള് പാമ്പ് പിടിച്ചവർക്ക് എന്തോ തലച്ചോറില്ലേടാ? തലച്ചോറ് മാത്രമല്ല, ഞങ്ങളുടെ അച്ഛൻ ഒറ്റ കാരണം ഞാൻ പഠിക്കാത്തത്. നിങ്ങൾ അച്ഛൻ എന്ത് ചെയ്ത്? സ്കൂളിൽ പോകുന്ന പിള്ളേർ പറയുന്ന സാധനങ്ങളൊക്കെ അച്ഛന്മാർ വാങ്ങിച്ചു തരണമായിരുന്നു. അച്ഛൻ നിനക്കൊന്നും വാങ്ങിച്ചെടുത്തില്ലായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സോക്സ് ഇടാൻ. സോക്സ്? ഞങ്ങളുടെ അച്ഛൻ എന്നും വൈകിട്ട് വരുമ്പോൾ സോക്സ് ഇട്ടോണ്ടാ വരുന്നത്. ആണോ? ഞാൻ പറയാം അച്ഛൻ എനിക്കൊരു സോക്സ് വാങ്ങിച്ചു. അച്ഛൻ കേൾക്കത്തേ ഇല്ല, ശ്രദ്ധിക്കത്തേ ഇല്ല. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛന് കണ്ടത്തിലെ ചള്ളക്കത്തെ പണിയായിരുന്നു. എടാ പ്രാന്ത, അച്ഛൻ ചെളിക്കകത്ത് പണി ചെയ്തിട്ട് ആ ചെളി ഇവിടെ വരെ കയറ്റി വെച്ചോണ്ട് വരുന്നതാ, സോക്സ് അല്ലത്. അല്ല ചോദിക്കട്ടെ, നീ ഈ നേരമില്ലാത്ത നേരത്തെ നീ എന്നെ എന്തിനാണ് വിളിച്ചത്? നീ എടാ എന്നെ വിളിച്ച് എന്താന്ന് പറഞ്ഞാലേ, എന്നെ നാളെ കണ്ടില്ലേ നീ എന്താ വിചാരിക്കൂടാ? നാളെ എന്തിനാഴ്ച? നാളെ ഞായറാഴ്ച. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കും, നീ ആരെ കാണിക്കാതെ കഥ അടച്ചിട്ട് അതാണ് സംഭവം. അതല്ലടാ, നിന്നെ ഞാൻ നല്ലോടൊന്ന് കാണട്ടടാ. നല്ലോടൊന്ന് കാണട്ടെ നിന്നെ. എന്താ നോക്കടാ, എന്തോ സുന്ദരനാടാ നീ. അത് മുഖത്ത് നോക്കി പറയടാ. തുപ്പിയാന്നോടാ ഇത്? അല്ലടാ, ഞങ്ങളുടെ അപ്പൂപ്പൻ ദിവാകരൻ. ഞാൻ ബീവറേജിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വെച്ചേക്കോ. അറിയത്തില്ല നിനക്ക്? നീ ഒരെണ്ണം അടിക്ക്. ഒരെണ്ണം അടിക്കടാ. ഒരെണ്ണം അടിക്കടാ. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം, സാർമാര് പൊക്കും പാറ അടിച്ചു കഴിഞ്ഞാൽ. അത് കുഴപ്പമില്ല, ഇച്ചിരി വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. അറിയത്തില്ല. വെളിച്ചെണ്ണ കുടിച്ചിട്ട് സ്കൂളിൽ ചെല്ലാൻ. എന്നിട്ട് കൊച്ചിന്റെ അച്ഛന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ശ്രീകുമാറാ. ശ്രീകുമാർ എന്ന് പറയണം അവിടെ. കാപ്പിപ്പൊടി തിന്നിട്ട് പോയിരുന്നു. പല പിടിക്കും. വേണ്ട, എനിക്ക് വേണ്ട സാധനം. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടേ? എടാ ഒരെണ്ണം അടിക്കടാ. വേണ്ട, എനിക്ക് വേണ്ടടാ. വേണ്ടടാ, എനിക്ക് വേണ്ടടാ. വേണ്ട. എന്താ പൊറോട്ട എന്നാടാ? അല്ലടാ, ഇത് ബട്ടൺസ് ഞാൻ തല്ലിപ്പരത്തി വെച്ചേക്കും. ബീഫാന്നോ അത്? കണ്ടിട്ടില്ലല്ലയോ ഇതൊന്നും? എനിക്ക് വേണ്ട, നീ വേണ്ട, എനിക്ക് വേണ്ട. ഇതൊരെണ്ണം അങ്ങോട്ട് അടിച്ചിട്ട് ഇച്ചിരി പൊറോട്ട വെച്ച് ഒരു ബീഫും ചേർത്ത് പായലോട്ട് വെക്കുമ്പോ ഒരു കിരിയിരിപ്പുണ്ട്. അടിക്കടാ. ഹലോ വസന്തേ, അമ്മച്ചി മോന് ഒരുങ്ങി കഴിഞ്ഞോ? എങ്കിൽ നമ്മുടെ കൃഷ്ണകുമാർ ഇല്ലയോ, അവൻ്റെ ഓട്ടോ വിളിച്ച് സ്കൂളിലോട്ട് പോയത് പപ്പ അങ്ങ് വന്നേക്കാന്ന് അവനോട് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ പോകണമെന്നോ? പോകാമല്ലോ. നിന്റെ പപ്പായ്ക്ക് എന്താ വെള്ളം മാറ്റി കൊടുക്കാം? പരിപ്പട വേണോ? പഴംപൊരി മതിയെന്നോ? 10 പഴംപൊരി നിന്റെ പപ്പായ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. എനിക്കത് അരമണിക്കൂർ കഴിഞ്ഞ് വാങ്ങട്ട് വന്നേക്കാം കേട്ടോ. എടാ പപ്പയുടെ പഴംപൊരി അടിക്കണം. വേണ്ട വേണ്ട വേണ്ട. മിച്ചറുണ്ട് കേട്ടോ. നീ ഇരിക്കവിടെ ഇരിക്കടാ. അവിടെ ചെളി പിടിക്കും. ഇരിക്കത്തില്ല. മുണ്ട് വെള്ളം മുണ്ട് പുതിയ കൊടുക്കും. ഇരിക്കുന്നില്ല. അയ്യോ
അടിപൊളിയാടാ. മുറുകെ മാറ്റേ. എന്നിട്ട് പറ 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 സംഭവം പറ. ഞാനേ അപ്പൂനെ അറിയത്തില്ല നിനക്ക്? അറിയാലോ, താമരശ്ശേരി ചുരം പറഞ്ഞോളൂ. അതിപ്പോ അപ്പു. ഇത് അപ്പു എന്റെ അപർണ. ഇന്ന് അവിടെ കല്യാണമാ. അവള് ചെലവ് ചെയ്തു സാർ. ചെലവല്ലെന്ന്. എടാ ഞാനും അവളും തമ്മിൽ 5 കൊല്ലം പ്രേമിച്ചത് നിനക്ക് അറിയത്തില്ലടാ. പുതിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ അവൾക്ക് എന്നെ വേണ്ട. അവിടെ കല്യാണമാ ഇന്ന്. ഇത് തികയത്തില്ലടാ. നീ ഒരു 1 ലിറ്ററോട് വാങ്ങിക്കണമായിരുന്നു. 1 ലിറ്റർ കൊണ്ട് തികയത്തില്ല. 1 ലിറ്റർ തികയത്തില്ല ഇന്നേ 11:30 ആകുമ്പം അവിടെ കഴുത്തി താലി വീഴും. അതേ സമയത്ത് ഞാൻ ഈ കുളത്തിൽ ചാടി ചാടുവോടാ. എത്ര ഗ്രേവിയുടെ വേണമായിരുന്നു. ഗ്രേവിയാണ് ഇതോ നല്ല ഡ്രൈ അത് പോകത്തില്ല, ചുമയും വരും. 11:30 ആകുമ്പോ ഞാൻ ഈ കുളത്തിൽ ചാടി ചാവുമെന്ന്. ഇച്ചിരി വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ചു. എടാ ഞാൻ ചാവുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ഭാവ വ്യത്യാസം ഇല്ലടാ. നിന്റെ ആഗ്രഹങ്ങളില്ലേ ഓരോന്ന് സാധിക്കും. അത് ഞാനിപ്പോ തടസ്സം നിന്ന് നാളെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് സാറ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മ എന്തോ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവത്തിനെല്ലാം നീ തടസ്സം നിൽക്കുമെന്ന്. പ്രത്യേകിച്ച് നീ എന്നോട് കൂട്ടുകൂടി നടക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ. പിന്നെ നിങ്ങളുടെ അമ്മ പറയും ചെറുക്കൻ ചാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുവായാലും ഞാൻ ചാവൂടാ. എപ്പോഴാ? ഇന്ന് തന്നെ ഞാൻ ചാവും. എന്തോ എനിക്ക് സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ട് ചേർക്കാനും പോകണം. അവിടുന്ന് അവരെ കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ പോകണം. നാളെ അങ്ങനെ ചാവും. എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാടാ, ഞാൻ ചത്താലും ആർക്കും ഒന്നുമില്ലെന്ന്. അടി നീ അടിക്കട്ടെ. അതൊക്കെ വെട്ടടിച്ച അടിയാ. അതെന്താ അടിക്കുക? കാരണന്മാർക്ക് കൊടുത്ത. ഇപ്പൊ കൊടുത്താ നാളെ അവരോട് ഒന്നിച്ചിരുന്ന് അടിക്കാമല്ലോ. പിന്നെ നമ്മുടെ കുട്ടിക്കാലമൊക്കെ എന്ത് രസമായിരുന്നല്ലേ. ഇതുവരെ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മളെ ചെറുപ്പത്തില്ലേ ഈ കുളത്തിൽ വന്ന് ചാടുമായിരുന്നു നീന്താൻ. പക്ഷെ നീന്തല് എനിക്കായിരുന്നു ഫസ്റ്റ്. ആരുതാ ഫസ്റ്റ്? ഇന്ന് നീ കുളത്തിൽ ചാടി കഴിഞ്ഞാൽ നിനക്ക് നീന്തി രക്ഷപ്പെട്ടാ പോരാ. ഞാനേ നീന്തറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടന്നാലോ? അത് കൊള്ളാം. അതാകുമ്പോ വരാല് വെട്ടിക്കൊണ്ട് പോകില്ല. നിന്റെ താങ്ങോ ചെറുതായിട്ട് താങ്ങോ. ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ നല്ല വിഷമം ഉണ്ടാവുമായിരിക്കും ഇല്ലടാ? അതെനിക്കറിയത്തില്ല. നീ അത് ചേട്ടാ നീ നിന്റെ മിനിഞ്ഞാന്ന് വെച്ചാൽ അഡിഡാസിന്റെ ഷൂ ഇല്ലേ, അതെനിക്ക് തരണേ. അതെനിക്ക് തരണേ. എനിക്കൂടെ പറഞ്ഞു വഴി അഡിഡാസിന്റെ ഷൂ. പിന്നെ എല്ലാം എടുത്തു. എനിക്ക് നല്ല മൊബൈലിൽ ചാർജ് ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റി വെച്ചേക്കണേ. അതെന്താ നിന്നെ കിടത്താനുള്ള എല്ലാം നോക്കുക. അത് കീറിയതാ. കീറിയതാ എല്ലാം കീറിയതാ. മണ്ടക്കത്തെ അത് കെട്ടണേടാ. അത് കുഴപ്പമില്ല. അത് ആ സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോഴത്തേനും അത് വിടർന്ന് വരും. മോതിരം കണ്ടോടാ. അവള് വാങ്ങിച്ചു തന്നെ എനിക്ക്. വാച്ച്, മാല. ആരെ പൊട്ടിക്കല്. ഞാൻ പിന്നെ അത് വിളക്കേണ്ടി വരും. വേണ്ട കള എടുത്ത് എന്തൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടെന്നറിയാം. അണ്ടർവെയർ വരെ. എനിക്ക് വേണ്ട. പാവം പിടിച്ച മീനുകളൊക്കെ പിടിച്ചു. എനിക്കൊന്നും വേണ്ട. പ്രപഞ്ചമേ, നാളെ മുതൽ ഈ സന്തോഷമില്ല. ഹേ ജലമേ, ജലത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം. ആ ജലത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ചത്താപ്പോരെ ചിരിപ്പിക്കുന്നു. നിനക്ക് ചിരിയല്ലേടാ? നിനക്ക് ചിരി. ഇങ്ങനെ ചിരിക്കാതിരിക്കും. എടാ എവിടെ നോക്കിയാലും അവളെ രൂപം, ശബ്ദം തൊഴിലുറപ്പിനെ മണിക്ക് വന്ന ചേട്ടാ അവരുടെ നമ്മൾ കെട്ടിപ്പിടിച്ചാൽ മൂടും അവര്. അപ്പുറത്തെ കൊച്ചാട് എടുക്കാം. എന്താടാ നിനക്ക് വിഷമമുണ്ടോ? നീ വിഷമിക്കല്ലടാ. നീ വിഷമിച്ച ഞാനും വിഷമിക്കും. നിന്റെ കൂടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാനുണ്ടാവൂടാ. നിനക്ക് ഞാനില്ലേടാ. സമാധാനപ്പെട സന്തോഷേ. അപ്പു
അയ്യോ കേട്ടോ നിനക്കിട്ടൊരു കടിച്ചു പറിച്ചു വെക്കാൻ ഇത് കൂന്തൽ ഫ്രൈ അല്ലേ എന്റെ ചുണ്ടായത്. ഇനി മുന്നോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിചാരിക്കും എന്നെ പിടിച്ച് കല്യാണം കഴിക്കും. ഹലോ ഹലോ, നീ കല്യാണത്തിന് ഇരിക്കുവന്നോ? അതെ. അപ്പു വന്നോ? ആര് പറഞ്ഞു കല്യാണത്തിന് ചോറല്ലയോ? അതായത് നീ അപ്പു വന്നോന്നാ ചോദിച്ചത്. അതെ, അപ്പുവാ. എടി ശ്രീകുമാറാണ് എന്നെ വിളിക്കുന്നത്. എന്താ? എടി കൊച്ച നീ കല്യാണം കഴിച്ച് ചെറുക്കന്റെ വീട്ടിൽ പോത്തില്ല, ആ? നീ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്തുവാ? എടി നിന്റെ പേര് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ചാവാത്തനക്ക് വന്നത്. പെട്ടെന്ന് വാ വെച്ചിട്ട് എടുത്തു വാ. ഇവനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ആളെ വിഷയമാകുന്നില്ല, വീട്ടിൽ ചെന്നില്ല, അവളും വഴക്ക് പറയുമല്ലോ. ഈ സ്കൂളിലെത്താറായോ? ഞാനങ്ങ് വന്നേക്കാം കേട്ടോ. അയ്യോ അരാപ്പമ്മ വൈദ്യുതി നിൽക്കുന്നത്. അരാപ്പമ്മ ലിപ്സ്റ്റിക് പോ. എന്താ നീ ഇത് കണ്ടോ? ഇത് കണ്ടോ? അത് കൊള്ളാം. കല്യാണത്തിന് വരെ നിൽക്കുവാണോ? ഞാൻ പോന്നിക്ക് വാണോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? അത് കൊള്ളാം, അത് കൊള്ളാം. ഈ നേരമില്ലാത്ത നേരത്ത് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഈ ഉടുപ്പും മുണ്ടും ഉടക്കാൻ ഇട്ടേക്കുന്ന കാണിക്കാനാണോ? ഉടുപ്പും കൊണ്ട് ഉടക്കാൻ എടി നീ ഇതടി പാമ്പടിച്ച് ചെറുക്കനെ ചതിച്ചത്. നീ എന്തിനാടി വേറൊരുത്തം വന്ന് നിന്റെ പെണ്ണ് കണ്ടു കഴിയുമ്പോൾ നീ അവന്റെ മുന്നിലോട്ട് തല ഇങ്ങനെ നീട്ടി വെച്ച് കൊടുത്തത് എന്തിനാ? അപ്പൊ ഞാനല്ലല്ലോ കഴുത്തി ഇട്ടുന്നത്, നിങ്ങളല്ലയോ? അത് ഞാൻ കാണിച്ചു തന്നെ. എന്തിനാണ് നീട്ടി വെച്ച് കൊടുത്തതെന്ന്? എന്തിനാ ശ്രീകുമാരേട്ട എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്നെ സൃഷ്ടിച്ച ആള് പറയുമ്പോ പപ്പാന്നല്ലേ വിളിക്കുന്നേ? അങ്ങനെ പറഞ്ഞാ ചുണ്ട് മുട്ട്. ഞാൻ എങ്ങനെയാ? എനിക്ക് ഇഷ്ടമായിരുന്നു. എടി പിന്നെ എന്തിനാടി അവരെ വേണ്ടാന്ന് വെച്ചാ? എന്തിനാ? എനിക്ക് എന്റെ സന്തോഷിന് ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് സ്വപ്നം ഞങ്ങൾ കണ്ടതാ ഏട്ടാ. ഒട്ടും അത് പറ. അപ്പൊ അവൻ പറയുക ജോലിയൊക്കെ കിട്ടി ഒരുമാതിരി സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതിയെന്ന്. എടി ആ ചെറുക്കന് ബോധം ഉണ്ടായിട്ടാ. അവനറിയാം ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അവനൊരു ജോലി കിട്ടി കഴിഞ്ഞ് മതി കല്യാണം നിന്നോട് പറഞ്ഞപ്പോ നിനക്കല്ലായിരുന്നു നിർബന്ധം. അവന് ജോലി കിട്ടിയിട്ടല്ല, എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാനും അവനെയും പിള്ളേരെയൊക്കെ നോക്കണമെന്ന്. എന്നിട്ട് അവൻ വീട്ടിൽ ചോദിക്കുമ്പോ പറയുക സമത്വം. സമത്വം അത് ഒപ്പിച്ച് പറഞ്ഞാ പോരായോ? ലിപ്സ്റ്റിക് സമത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചെറുക്കൻ ഇവിടെ കിടന്ന് ചാവും, അറിയോ? എന്നെ മാത്രം അങ്ങനെ കുറ്റം പറയരുത്. പിന്നെ ഞാൻ എന്തിനാ ഏട്ടാ ഇങ്ങോട്ട് ഓടി വന്നേ? എനിക്കറിയാം അടിപൊളി മുല്ലപ്പൂന്നെ വേണം. എനിക്കറിയാം നിനക്ക് അവനോട് സ്നേഹം ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ നീ പെട്ടെന്ന് ഓടി വന്നേ. നീ വിളിക്കുവനെ. ദൈവമേ സമാധാനമായേ. സന്തുടാ എണീക്കടാ. സന്തു എണീക്കടാ, കണ്ണൂർക്കടാ. ഞാൻ വന്നടാ, ഇത് ഞാനാടാ. ശ്രീമാരെ പോടാ, അല്ല ബാക്കിയുടെ ഞാൻ കടിച്ചു പറിക്കും. നീ കണ്ണൂർ നോക്കടാ. എനിക്കടാന്ന് ഊറോളാം കെട്ടിട്ട് കിടക്കുന്നു. അണ്ണൻ പറഞ്ഞിട്ടാ നീ ചാവാൻ പോവാന്ന് അറിഞ്ഞപ്പോ അത് കണ്ടു ചോദിക്കാൻ വന്നാണോ? കാണിച്ചു തരാടി നീ വന്നത് കാര്യമായി. നീ സാക്ഷ്യമാണോടി എന്റെ മരണത്തിന്. വരുന്നു ഭയപ്രപഞ്ചമേ, പ്രപഞ്ചമേ. ഞാൻ ആദ്യം തൊട്ട് കണ്ടിട്ടിരിക്കുന്ന സംഭവം പറഞ്ഞില്ല. എങ്ങനെ പറയാം? അവൻ ചാവാൻ നടക്കില്ല. അവനെന്താ നാണക്കേട്? നമുക്ക് ചിരിച്ചിരിച്ച് നമുക്ക് ആയസ് കൂട്ടാം. അടങ്ങിരി എനിക്ക് വയ്യാൻ നോക്കാൻ. അടങ്ങിരിക്കാൻ നീ ഇറങ്ങാനൊക്കെ ഉണ്ട്. അല്ലെങ്കിലേ ഉള്ളൊരു രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ചാടുന്നുള്ളൂ. ഉണ്ട് മടക്കി കുത്തി എനിക്ക് നിന്നോട് സംസാരിക്കണം. മനസ്സാക്ഷി കൊണ്ടോടി നിനക്ക്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിക്കുക നിന്നെ. ഒന്നെങ്കിൽ ഔട്ട് ഓഫ് കവറേജ്, അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ, അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത്. ഇതെല്ലാം ഒന്ന് തന്നെ കിട്ടുന്നില്ല. സന്തു നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തൊരു ഗീത ഗീത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തല്ല സന്തു. പിന്നെ ഇൻകമിംഗ് കോള് കട്ടായിട്ട് എത്ര ദിവസമായെന്നറിയോ? ഞാൻ എങ്ങനെ വിളിക്കും നിന്നെ? അപ്പൊ അണ്ണൻ വിളിച്ചതും അത് ഇവരുടെ അമ്മയുടെ നമ്പല്ലേ വിളിച്ചത്. ഞാൻ പാല് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇൻകമിംഗ് കോൾ കട്ടായിരുന്നു. അതെ പറയണ്ടേ പൊന്ന്. ഞാൻ BSNL അല്ലേടി. 3 മാസത്തേക്ക് ചെയ്താ നീ പഠിക്കത്തില്ല. നീ ഇങ്ങനെ റീചാർജ് ചെയ്ത് നടക്കത്തേ ഉള്ളൂ. പിന്നെ എന്തായാലും
ഞാൻ മരിക്കുന്നെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നീ വന്നല്ലോ. അതാ സ്നേഹം, അതാണ് സ്നേഹം. നമുക്ക് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്ക് കല്യാണം നടത്താം. എല്ലാ കാര്യവും ഞാൻ ഏറ്റു. ഞാൻ വന്ന് ഒപ്പിട്ട് വരാം. വൈകിട്ട് റിസപ്ഷൻ എവിടാ? എല്ലാ ഹോട്ടലിലെ ഫ്രണ്ട് റിസപ്ഷൻ ഉണ്ട്. ഓ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തമാശ. ഇനിയും കരയണ്ടടി. അപ്പൊ അന്നാ സന്തോഷമുണ്ട് കേട്ടോ. എന്തെല്ലാം വിളിച്ച് അവളെ എനിക്ക് തന്നെ കിട്ടത്തക്ക രീതിയിലാണ് സെറ്റാക്കി. ബാക്കി ഞാൻ എടുത്തോളാം. പുതിയ പെണ്ണേതാ? ഏവണ്ണോ? അല്ല വേറെ പെണ്ണ് സെറ്റായി എന്നൊക്കെ പറയുന്നു. അല്ല നീ ഞാനോ? നീ എന്നെ കല്യാണം വിഷമത്തോടെ വന്നല്ലേ എന്നെ കല്യാണം കഴിക്കും. മതിയല്ലോ കൂടെ കേട്ടിട്ട് 11:30 എന്റെ കല്യാണമാ. വരത്തില്ലണ്ണോ? വരത്തില്ലയോ? അല്ല പിന്നെ ഞാൻ വിളിച്ചപ്പോ നീ ഓടി വന്നത്? അയ്യടാ ഇവൻ ചാവുന്നുള്ള പേടിക്കൊന്നും ഞാൻ വന്നതല്ല. നീ ഇവൻ ആത്മഹത്യ ചെയ്ത് എന്റെ പേരെങ്ങാണോ എഴുതി വെക്കുവാ. ദൈവത്തെ ഓർത്ത് അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. നീ ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ എന്റെ സന്തോഷം കാണുന്നവനാണെന്നറിയാം. അതല്ല സന്തു ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കും. ചക്കരമുത്ത് കല്യാണത്തിന് വരണം കേട്ടോ. റിസപ്ഷന് വരണ്ട, പെണ്ണുങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ അണ്ണനും പറഞ്ഞേണോ? അഴുകിയ ലൈൻ ആക്കണമെന്ന്, ഇവളൊരു സ്റ്റൈൽ ആക്കണമെന്ന്. കണ്ടോണ്ടോ അവള് പോയത് കേട്ടോ. എടാ ഒരുത്ത് പോയാ 100 എണ്ണത്തിനെ കിട്ടും. ഒരു കാര്യം ഞാൻ പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങനെയുള്ളവരുടെ മുന്നേ നമ്മൾ ജീവിച്ച് കാണിക്കണം. ജീവിച്ച് കാണിക്കണം. എങ്കിൽ സന്തോഷം ഈ നിമിഷം മുതൽ എന്റെ ശ്രീകുമാറിന് വാക്ക് തരുക. ഇന്നു മുതൽ സന്തോഷ് ജീവിച്ച് കാണിക്കും അവളെ സന്തോഷത്തോടെ. ഇനി വിഷമമില്ല, സങ്കടമില്ല സന്തോഷിന്റെ ജീവിതത്തിൽ. നീ വിഷമിക്കാതിരിക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി ഞാൻ വിഷമിക്കത്തില്ലടാ, നീ ധൈര്യമായിട്ട് പറ. ആദ്യം തൊട്ടേ നിന്റെ മുണ്ടിന്റെ പിന്നാമ്പുറം കീറിയിരിക്കുവായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണോ നീ പറയുന്നത്? ഇതിന് ഭേദം ഞാൻ ചാവുന്നതായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.